ത്രിയേക ദൈവത്തിന്റെ ഉന്നതവും പരിശുദ്ധവുമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു മനോഹരമായ സന്ധ്യ കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നു. ഈ സന്ധ്യയിൽ വീണ്ടും സ്വർഗീയ പിതാവിന്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തിരുവചനം പഠിക്കുവാനായിട്ട് താല്പര്യത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായം 31 മുതൽ 40 വരെയുള്ളതായ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 31 മുതൽ 40 വരെയുള്ളതായ വാക്യങ്ങൾ. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂവ് പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, മറ്റ് 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, മറ്റ് 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും വേണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പ് പണിയായിരിക്കണം. അതിന് 7 ദീപം ഉണ്ടാക്കി നേരെ മുൻപോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കണം. പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ച് കൊള്ളണം. സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായ 7 ഉപകരണങ്ങളെ കുറിച്ചുള്ളതായ പഠനത്തിലാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സിലായിട്ട് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്നതായ പെട്ടകവും കൃപാസനവും എന്താകുന്നു എന്നുള്ളത് പ്രാരംഭമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ളതായ കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപത്തിന്റെ മേശ, നിലവിളക്ക്, ഈ 3 കൂട്ടം കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ കാഴ്ചയപ്പത്തിന്റെ മേശയെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നിലവിളക്കിനെ കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. സമാഗമന കൂടാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതായ നിലവിളക്ക് എന്തിനെ സാദൃശീകരിക്കുന്നു, എന്തിനെ കാണിക്കുന്നു, വിശ്വാസികളുമായിട്ട് അതിനുള്ളതായ ബന്ധം എന്താണ്, ഈ വക കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 31 മുതൽ 40 വരെ നമ്മൾ ഇപ്പോൾ വായിച്ചു. ഈ ഭാഗം തന്നെ 37-ാമത്തെ അധ്യായം 17 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൂടാതെ 39-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 24-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങളിലും അതിന്റെ പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാമത്തെ അധ്യായത്തിലും അതിന്റെ പരാമർശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ ക്ലാസ് തുടങ്ങുന്നതായിട്ടുള്ള സമയത്ത് ആദ്യമേ പരാമർശിച്ചിരുന്നായിട്ടുള്ള സംഗതി വിശുദ്ധ വേദപുസ്തകത്തിലെ 50ഓളം ചാപ്റ്ററുകളിൽ വിശാലമായിട്ട് കിടക്കുന്നതായ ഒരു പഠനമാണ് സമാഗമന കൂടാരം എന്നുള്ളത് ഓർമ്മിപ്പിച്ചിരുന്നു. എബ്രായ ലേഖനത്തിൽ 4 അധ്യായങ്ങളാണ് പുതിയ നിയമത്തിൽ ഈ സമാഗമന കൂടാരത്തെ പരാമർശിക്കുന്നത്. അവിടെയും ഈ പറയുന്നതായിട്ടുള്ള നിലവിളക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നതായ വിശുദ്ധ സ്ഥലത്ത് ക്രമീകരിക്കപ്പെട്ടിരുന്നതായ 3 ഉപകരണങ്ങളിൽ ഒരു ഉപകരണമാണ്
തങ്കം കൊണ്ട്, ശുദ്ധമായ സ്വർണം കൊണ്ട്, പൊന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായ ഈ നിലവിളക്ക് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ നിലവിളക്കിന് പല പേരുകൾ വിശുദ്ധ വചനം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിലവിളക്ക് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നിലവിളക്ക് എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു, ലാംപ് സ്റ്റാൻഡ് എന്ന് എന്തുകൊണ്ട് അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാലും അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട സ്റ്റെം, ഒരു പ്രധാനപ്പെട്ട ഷാഫ്റ്റ്, ഒരു തണ്ടും അതിനുള്ളത് കൊണ്ട് നിലവിളക്ക് എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഗോൾഡൻ ലാമ്പ്, തങ്ക വിളക്ക് എന്നുള്ളതായ പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. കാരണം അത് ശുദ്ധമായിട്ടുള്ളതായ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തങ്കവിളക്ക് എന്നറിയപ്പെടുന്നുണ്ട്. കവരവിളക്ക് എന്നുള്ള നിലയിൽ അത് അറിയപ്പെടുന്നുണ്ട്. പല ബ്രാഞ്ചസ് അതിനുണ്ടായിരുന്നത് കൊണ്ട് കവരവിളക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. വിളക്ക് തണ്ട് എന്നുള്ളത് പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് നടുവിൽ കൂടെ ഒരു വലിയ ഷാഫ്റ്റ് അതിനുള്ളത് കൊണ്ട് വിളക്ക് തണ്ട് എന്നുള്ളതായ പേരിൽ. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 4 പേരുകളിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ നിലവിളക്ക് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് 1 താലന്ത് സ്വർണം കൊണ്ട് ഒരുക്കിയെടുത്തിരിക്കുന്നതാണ് ഈ നിലവിളക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പിക്ചർ ഒന്നും എടുക്കുന്നില്ല. അതിന് പകരം എൻ്റെ കയ്യിലുള്ളതായ ഒരു നിലവിളക്ക് ഞാൻ കാണിക്കാം. ഇത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് നിലവിളക്കിന്റെ മോഡൽ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നിലവിളക്കിന്റെ മോഡൽ. ഇതിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള സമയത്ത് ഒരു പ്രധാനപ്പെട്ടതായ ഒരു സ്റ്റെം, ഒരു ഷാഫ്റ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് ഒരു വശത്ത് 3 ബ്രാഞ്ചസ്, അടുത്ത വശത്ത് 3 ബ്രാഞ്ചസും പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 3 6 ബ്രാഞ്ചും അതോടൊപ്പം തന്നെ നടുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചും, അങ്ങനെ 7 കവരങ്ങൾ അടങ്ങിയതായിട്ടുള്ളതായാണ് ഈ നിലവിളക്ക് എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇത് 1 താലന്ത് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 39ാമത്തെ വാക്യം നമ്മൾ നോക്കുന്നുണ്ട്. 25ന്റെ 39 പറയുന്നത് എന്താണ്? അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 താലന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 50 കിലോ എന്നാണ് യഹൂദ കണക്കിൻ പ്രകാരം പറയുന്നത്. 1 താലന്ത് എന്ന് പറയുമ്പോൾ 50. അപ്പം 50 കിലോ ഉള്ളതായ സ്വർണ്ണ കട്ടി അടിച്ച് എടുത്തിരിക്കുന്നതാണ് ഈ തങ്ക നിലവിളക്ക് എന്നുള്ളത് ഓർക്കണം. അതായത് ഒരു തട്ടാനെ സംബന്ധിച്ചിടത്തോളം നിലവിളക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആ സ്വർണം ഉരുക്കിയതിന് ശേഷം മെൽറ്റാക്കി ഒരു ഒരു അച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഉരുക്കി ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാൽ യഹോവയായ ദൈവം അങ്ങനെ സ്വർണത്തെ മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കുവാനായിട്ടല്ല പറഞ്ഞത്. അത് അടുപ്പ് പണിയായിട്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഹാമേഡ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുപ്പ് പണിയായിട്ട്, അതായത് ഒരു 50 കിലോയിൽ പരം വരുന്നതായിട്ടുള്ള ഒരു തങ്കക്കട്ട എടുത്തു വെച്ചിട്ട് ആ ബസലേലും ഒഹോലിയാബും അവരുടെ കൂടെയുള്ള പണിക്കാരും അവരതിനെ ഹാമർ ചെയ്ത് ചുറ്റിക കൊണ്ട് തല്ലി 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 ആണ് അതിനെ ഈ രൂപത്തിൽ ആക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, 7 ഉപകരണങ്ങൾ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലുമായിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യമേ കണ്ടു. അതിൽ ഈ 7 ഉപകരണങ്ങളിലും വെച്ച് ഏറ്റവും വിദഗ്ധമായിട്ട്, അതിവിദഗ്ധമായിട്ട് നിർമ്മിക്കപ്പെട്ടതായ ഒരു സാധനമാണ് ഈ നിലവിളക്ക് എന്ന് ഓർത്തുകൊള്ളുക. കാരണം ഇത്രത്തോളം കഠിനാധ്വാനം ഈ പറയുന്നതായിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഒരിക്കലും അവർക്ക് എടുക്കേണ്ടി വന്നു കാണത്തില്ല എന്ന് തന്നെ വിശ്വസിക്കണം. കാരണം ഇതിനകത്തെ പണി എന്ന് പറയുന്നത് സ്വർണം മെൽറ്റ് ചെയ്ത് ചെയ്യുവാനായിട്ട് സാധ്യമല്ല, മറിച്ച് ഹാമർ കൊണ്ട് തല്ലി തല്ലി ഇതിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ സ്റ്റെമ്മുകളിലൊക്കെ, ഈ ഷാഫ്റ്റിലൊക്കെ ബദാമിന്റെ പൂവും ബദാമിന്റെ മൊട്ടും ബദാമിന്റെ കായും ഒക്കെ ഉണ്ടാക്കണം. അപ്പോ അങ്ങനെ രൂപപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിവിദഗ്ധമായിട്ടുള്ളതായ പണിക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഒരു തങ്കക്കട്ടയിൽ നിന്നും അടിച്ച്
വാർത്ത് എടുത്തിരിക്കുന്നതായിട്ടുള്ളതായ തങ്ക നിലവിളക്ക്. തങ്ക നിലവിളക്കിന് നമ്മളോട് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നാം വളരെ വേഗം അങ്ങ് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് കാണുമ്പോഴേ മൂടുശീലകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. 4 മൂടുശീലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യമേ 4 കളറുള്ളതായ നൂലുകൾ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മൂടുശീല, അതിനുശേഷം പിന്നീട് കോലാട്ട് കൊറ്റന്റെ രോമം കൊണ്ടുണ്ടാക്കിയത്, പിന്നെ ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുണ്ടാക്കിയത്, അതിന് മുകളില് തപശ് തോൽ. ഇത്രയും മൂടുവിരികളാണ് അതിനെ കവർ ചെയ്ത് നോക്കണം. പിന്നെ ഫ്രണ്ടിലും ഒരു സ്ക്രീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കൂടാരം എന്ന് പറയുന്നത് ഒരു ശകലം പോലും വെളിച്ചം പുറത്തുനിന്ന് അതിനകത്തേക്ക് പ്രവേശിക്കത്തില്ല. കാരണം 4 മൂടുശീലകൾ ഒരു കാരണവശാലും ഒരു തുള്ളി വെളിച്ചം പോലും പുറത്തുനിന്ന് പ്രവേശിക്കത്തില്ല. ചുറ്റോട് ചുറ്റും അത് കവർ ചെയ്തിരിക്കുകയാണ്. തടി കൊണ്ടുള്ള ഫ്രെയിം ഉണ്ട്, അത് ഗോൾഡ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചുരുക്കം അതിന്റെ മുകളിലാണ് ഈ കവറിങ് വന്നിരിക്കുന്നത്. ഒരു ശകലം പോലും വെളിച്ചം ഈ സമാഗമന കൂടാരത്തിൽ ഒരു കാരണവശാലും പ്രവേശിക്കത്തില്ല. അപ്പോൾ ഈ സമാഗമന കൂടാരത്തെ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ളതായ ഒരു ചുമതലയാണ് ഈ തങ്കം കൊണ്ടുണ്ടാക്കിയതായ നിലവിളക്കിന് എന്നുള്ളത് ഓർക്കണം. കാരണം ഇതിനകം മുഴുവനും ഇരുട്ടാണ്. ഈ ഇരുട്ടിനകത്ത് പ്രകാശിക്കുവാൻ, അതായത് ഷെഖൈന ഗ്ലോറി എവിടെയുണ്ട്? അതിപരിശുദ്ധ സ്ഥലത്തുണ്ട്. എന്നാൽ അതിന്റെ മുമ്പിൽ നമുക്കറിയാം തിരശീല കിടപ്പുണ്ട്. അതിനിപ്പുറത്താണ് പുരോഹിതന്മാർ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ശുശ്രൂഷ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മേശമേൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള അപ്പം കൂട്ടായ്മയുടേതായിട്ടുള്ള മേശ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചല്ലോ, അത് കൂട്ടായ്മയുടെ അനുഭവമാണ്. ആ കൂട്ടായ്മ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തമ്മിൽ ആ ഫെലോഷിപ്പ് കൂടി അപ്പം ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശുശ്രൂഷകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ളതായ പ്രകാശം അതിലേക്ക് ആവശ്യമാണ്. ഈ തങ്ക നിലവിളക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇരുട്ട് ഉള്ളതായ ഈ സമാഗമന കൂടാരത്തിൽ നിന്ന് ഇരുട്ടിനെ അകറ്റി അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ നിറപടിയായിട്ട് നിർവഹിക്കുവാനും സമാഗമന കൂടാരത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കുവാൻ വേണ്ടിയിട്ടാണ് നിലവിളക്കിനെ ദൈവം എടുത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിലവിളക്കിന്റെ ജോലിയാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളാം. ഈ സമാഗമന കൂടാരത്തിന്റെ അകം മുഴുവനും എന്താണ്? മുഴുവനും സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അതായത് കതിരമരം കൊണ്ട് പലകകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കതിരമരം മുഴുവനും എന്ത് ചെയ്തിരിക്കുക? സ്വർണം കൊണ്ട് കവർ ചെയ്തിരിക്കുക എന്ന് ഓർക്കണം. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മള് ഒരു ജൂവലറി കയറി പോയി കഴിഞ്ഞാൽ ജൂവലറിയിൽ ഇങ്ങനെ അവരുടെ വോളയിൽ മുഴുവനും ഗ്ലാസിനകത്ത് ജൂവലറി വെച്ചിരിക്കും. എന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളതായ LED ലൈറ്റ് കൊടുക്കും. നമ്മൾ അതിനകത്തോട്ടൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഈ ഗോൾഡിലൊക്കെ അടിച്ചിട്ട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് എന്ത് ഭംഗിയായിരിക്കും ഈ ജൂവലറിയുടെ ഷോറൂം ഒക്കെ കാണുവാൻ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തിന്റെ അകമെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്നത് സ്വർണം കൊണ്ടാണെന്ന് ഓർക്കണം. ഈ നിലവിളക്കിലെ പ്രകാശം അങ്ങോട്ട് ജ്വലിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രകാശം ചുറ്റുമുള്ളതായ ഈ ഫ്രെയിമുകളിൽ അങ്ങോട്ട് വീണിട്ട് ഇതങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആ അനുഭവം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് 84-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സൈന്യങ്ങളിലെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. അല്ലേ? ഒരു ജൂവലറി കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോരാൻ തോന്നുമോ? പോരാൻ തോന്നത്തില്ല. അവിടുത്തെ ആ മനോഹാരിതയൊക്കെ കണ്ടങ്ങനെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണ്? ഈ സമാഗമന കൂടാരത്തിലോട്ട് അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് നമ്മളെ പറിച്ചെടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അത്രയ്ക്ക് വിശുദ്ധി, അത്രയ്ക്ക് മനോഹാരിത അതിനകത്ത് നിന്നാൽ തന്നെ എന്താണ്, രാത്രിയും പകലും എന്നില്ലാതെ അതിൽ നിന്ന് നമുക്ക് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ആരാധിപ്പാനായിട്ട് നമുക്ക് ഇടയായി തീരും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ അതിനകത്തെ പരിശുദ്ധിയാണ് കാണിക്കുന്നത് നോക്കണം. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, മോശയോട് കർത്താവ് പറയുന്നത്, യഹോവേ ദൈവം തങ്കം കൊണ്ട് നിലവിളക്ക് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗോൾഡ് എപ്പോഴും
പരിശുദ്ധിയെ കാണിക്കുന്നതായ ഒരു അനുഭവമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം തങ്കം അത് ശുദ്ധമായിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ഉലയിൽ അത് ഉരുക്കിയെടുത്ത് അതിനകത്തെ മാലിന്യങ്ങളും കീടങ്ങളും എല്ലാം കളഞ്ഞതാണ് തനിത്തങ്കം. തനിത്തങ്കത്തിനകത്ത് ഒട്ടും മാലിന്യം ഇല്ല എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ലോകത്തിലുള്ള മെറ്റൽസിൽ വെച്ചിട്ട്, ലോഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതായ മെറ്റലാണ് സ്വർണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇതിന്റെ ഡെയിലി ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൂടിയ മെറ്റലാണ് സ്വർണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഈ സ്വർണം റെപ്രസെന്റ് ചെയ്യുന്നത് പരിശുദ്ധിയെ ആണ് എന്നുള്ളത് ഓർത്തോളും. ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം കൊണ്ട് എന്ത് ചെയ്യണം? നിലവിളക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നിലവിളക്ക് സമാഗമന കൂടാരത്തിൽ പ്രകാശിക്കേണ്ടതാണ്. ഇരുളടഞ്ഞ ലോകത്തിൽ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ടാണ് നിലവിളക്ക് ദൈവം വിനിയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ നിലവിളക്ക് യഹോവയായ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? തങ്കം കൊണ്ട് വേണം നീ നിലവിളക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധിയുള്ള ദൈവ പൈതലിനാണ് ലോകത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന പ്രകാരമുള്ളതായ വിശുദ്ധി പ്രകാശത്തിന്റെ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ആ പ്രകാശത്തെ കൊടുക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ തങ്കം കൊണ്ട് നിലവിളക്ക് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മളെ കുറിച്ചെല്ലാം ആഗ്രഹിക്കും. നമ്മളെല്ലാം തങ്കം കൊണ്ടുള്ളതായ ജീവിതങ്ങളായി മാറണം. അതായത് വിശുദ്ധിയുള്ളതായ, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത നിഷ്കളങ്കതയുള്ളതായ, പരിശുദ്ധിയുള്ളതായ ജീവിതങ്ങളായി നാം പൂർണ്ണമായി മാറുമ്പോഴാണ് സ്വർഗത്തിന് നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ നൽകുവാനായിട്ട് കഴിയുന്നത്. കാരണം തങ്ക വിളക്കിന് ഒറ്റ ജോലിയേ ഉള്ളൂ, എന്താണ്? പ്രകാശം പരത്തുക എന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധിയിൽ നിന്നും പ്രവഹിക്കുന്നതായിട്ടുള്ള പ്രകാശത്തിന് ഒരു അനുഗ്രഹമുണ്ട്. ഇരുളടഞ്ഞ ലോകം വിശുദ്ധിയിൽ നിന്നും പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രകാശം കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ കൂടെ ജീവിക്കേണ്ടത് എന്നുള്ളത് ഓർക്കണം. ഇനി ഞാൻ ഓർമ്മിപ്പിച്ചത് ഏകദേശം 50 കിലോ വരുന്നതായിട്ടുള്ള ഒരു താലന്ത് സ്വർണം, ആ ഒരു താലന്ത് സ്വർണം കൊണ്ട് വേണം ഇത് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ഇത് ആ സ്വർണം അടിപ്പ് പണിയായിട്ട് വേണം അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടിപ്പ് പണിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ വായിച്ചതായിട്ടുള്ള ഭാഗങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 36-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം, മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പ് പണിയായി ഇരിക്കണം എന്നുള്ളതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹാമർ ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് എടുത്തിരിക്കുന്നതായിട്ടുള്ള അടിപ്പ് പണി. ഇതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്വർണ്ണക്കട്ട ചൂടാക്കി അതിന്റെ തട്ടാൻ അടിച്ച് ആക്കേണ്ടതായിട്ടുള്ള ഷേപ്പിൽ ആക്കി എടുത്തിരിക്കുന്നത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ താൻ കടന്നു പോയതായ സഹനാനുഭവങ്ങളുടെയും പീഡാനുഭവങ്ങളുടെയും അനുഭവത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, തങ്ക നിലവിളക്ക് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ തങ്ക നിലവിളക്ക് ഒറ്റ സ്വർണ്ണക്കട്ടയിൽ നിന്നാണ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഈ തങ്ക നിലവിളക്ക് അതിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചോതുന്നതാണ് എന്നുകൂടെ ഓർത്തുകൊള്ളണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. യെശയ്യാവ് 53-ന്റെ 10-ാമത്തെ വാക്യം, എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവന്റെ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞിരിക്കുന്ന 3 സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ എന്താ പറയുന്നത്? എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ്? ക്രിസ്തു കടന്നുപോയതായ പീഡാനുഭവങ്ങൾ, അവിടുന്ന് അനുഭവിച്ചതായിട്ടുള്ള സഹനാനുഭവങ്ങൾ, അതാണ് ഈ നിലവിളക്കിൽ കൂടെ ദൈവം നമ്മളോട് പറയുന്നത് എന്നോർത്തുകൊള്ളും. മാത്രവുമല്ല, ഈ സഹനാനുഭവങ്ങളിൽ കൂടെയും
ഈ പീഡാനുഭവങ്ങളിൽ കൂടെയും കടന്നു പോയാണ് ക്രിസ്തു ലോകത്തിന് വെളിച്ചമായി മാറിയത്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണ കട്ടിയായിട്ട് കർത്താവ് തന്നെ മറ്റൊരു ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കട്ടിയായിട്ട് സ്വർഗോന്നതങ്ങളിൽ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നില്ല അവൻ ചെയ്തത്. പിന്നെ എന്താണ്? ആ സ്വർണ്ണക്കട്ടി ഈ താഴെ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഉണ്ടായിരുന്ന സകലാനുഭവങ്ങളിലും പീഡാനുഭവങ്ങളിലും തീവ്രമായിട്ടുള്ളതായ കഷ്ടതയുടെയും യാതനകളുടെയും നടുവിൽ കൂടെ അവൻ കടന്നുപോയി അവനെ സ്ഫുടം ചെയ്തെടുത്ത് എന്താക്കി തീർക്കുകയാണ്? ലോകത്തിന് വെളിച്ചമാക്കി തീർക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ പഠനം തന്നെ എത്ര ഉന്നതമായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ ജനമേ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്, സ്വർഗം നമ്മളെ ഉപയോഗിക്കുന്നത് നാം ആയിരിക്കുന്നതായ ആ പരുവത്തിൽ തന്നെ അല്ല ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നെയോ നമ്മെ അവൻ അടിച്ച് പരുവപ്പെടുത്തി രൂപപ്പെടുത്തി ഒരു തട്ടാൻ ഇഷ്ടമുള്ളതുപോലെ ഒരു കൊല്ലൻ തന്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ടുള്ള ഇരുമ്പിനെ ഒരു പണിയായുധമായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ഒരുപാട് അടികൾ അതിന്റെ മേൽ അടിക്കും. ഒരുപാട് അടികൾ അടിച്ചടിച്ചാണ് അവൻ അതിനെ ഒരു പിച്ചാത്തിയായിട്ടോ വാക്കത്തിയായിട്ടോ ലോകത്തിന് വീട്ടമ്മമാർക്ക് പ്രയോജനമുള്ളതായ ഒരു പിച്ചാത്തിയായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. അതിന്റെ മേൽ ഒരുപാട് അടി വീണതിന് ശേഷമാണ്, ഒരുപാട് ചൂടാക്കി അതിനെ എന്താ പറയുന്നത്, രാഗി മിനുക്കി എടുക്കുമ്പോൾ ആണ് അത് പ്രയോജനമുള്ളതായി മാറുന്നതെന്ന് ഓർത്തുകൊള്ളണം. നാം ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നാൽ ദൈവത്തിന് നമ്മളെ വിനിയോഗിക്കുവാനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ലോകത്തിന്റെ പ്രകാശമാക്കി തീർക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ, ചില കഷ്ടതകൾ, ചില പ്രതികൂലങ്ങൾ, ചില പോരായ്മകൾ, ചില രോഗത്തിന്റെ അനുഭവങ്ങൾ, ചില പീഡാനുഭവങ്ങൾ ഒക്കെ കടന്നു വരുന്നത് എന്തിനാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെ സ്ഫുടം ചെയ്ത് നമ്മളിൽ നിന്നുള്ളതായ മാലിന്യങ്ങളെ മാറ്റി ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധി. അതുകൊണ്ടാണല്ലോ അനേക പരിശോധനകളിൽ കൂടെ, അനേക പരീക്ഷകളിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പൊന്നുപോലെ നാം ശോഭിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ വേണ്ടിയിട്ടാണ്. നാം ആയിരിക്കുന്നതായിട്ടുള്ള കംഫോർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് പ്രകാശം കൊടുക്കുവാനായിട്ട്, ലോകത്തിന് പ്രകാശം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ദൈവം നമ്മളെ ആക്കി വെക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള ഈ പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളാം. സമാഗമന കൂടാരത്തിൽ പല ഉപകരണങ്ങളുണ്ട്. എല്ലാ ഉപകരണങ്ങൾക്കും അതിന്റെ അളവ് പറഞ്ഞിട്ടുണ്ട്, മെഷർമെന്റുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ സമാഗമന കൂടാരത്തിൽ അളവ് പറയാത്ത ഒരേ ഒരു ഉപകരണം ഈ പറയുന്നതായിട്ടുള്ള നിലവിളക്കാണ് എന്ന് ഓർത്തുകൊള്ളാം. ഇതിന് മാത്രമാണ് എത്രയാണ് വലിപ്പം എന്നുള്ളതോ അതിന്റെ വീതിയോ നീളമോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഏതാണ്ട് 4-5 സാദൃശ്യങ്ങൾ ഈ നിലവിളക്കിൽ നിന്ന് കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഇത് നിലവിളക്ക് യേശുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നിലവിളക്ക്. അതായത് നടുവിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ടതായ ആ ഷാഫ്റ്റ്, ഈ നടുവിൽ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട ഷാഫ്റ്റ് ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നു. ചുറ്റുമുള്ളതായ ഈ ബ്രാഞ്ചസ്, 6 ബ്രാഞ്ചസ് ഉണ്ട്. ഈ 6 ബ്രാഞ്ചസ് കാണിക്കുന്നത് വിശ്വാസികളെ കാണിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിൽ പ്രകാശം നൽകുവാനായിട്ടുള്ളതായ ഏക മാർഗം ഈ നിലവിളക്കാണ് എന്നുള്ളത് കൂടെ നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില വാക്യങ്ങളിലേക്ക് വേഗം ഒന്ന് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:12 ഞാൻ വായിച്ചത്. യേശു അവരോട് പറയുന്നത് എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
ഈ നിലവിളക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. ഈ നിലവിളക്കാണ് അന്ധകാരത്തിൽ പ്രകാശം കൊടുക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി 9:5 നോക്കാം. 9:5 പറഞ്ഞിട്ട് അവിടെ പറഞ്ഞെന്താണ്? ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഇനി 1-2 വാക്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. 14-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യോഹന്നാൻ 14:6 വാക്യത്തിനകത്ത് പറഞ്ഞത്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇനി 1-ാമത്തെ അധ്യായം യോഹന്നാൻ 1:9 വാക്യം. യോഹന്നാൻ 1:9, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ പറഞ്ഞതായിട്ടുള്ള 4 വാക്യങ്ങളും എടുത്ത് നമ്മൾ പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവാണ് ലോകത്തിന്റെ വെളിച്ചം. ഈ കർത്താവിന് മാത്രമേ അന്ധകാരാവൃതമായിരിക്കുന്നതായിട്ടുള്ള ലോകത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവനിൽ കൂടെ മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അവനിലൂടെ അല്ലാതെ ആർക്കും രക്ഷാമാർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയുന്നില്ല. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ഇവിടങ്ങളിൽ കൂടെ എല്ലാം വളരെ വിശദമായിട്ട് നമ്മളോട് പറയുന്ന ഒരു സംഗതി എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ നിലവിളക്കിൽ കൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന്. ഈ മെയിൻ ഷാഫ്റ്റ് ചുറ്റുമുള്ളതായ ബ്രാഞ്ചസ്, ഈ ചുറ്റുമുള്ള ബ്രാഞ്ചസ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വിശ്വാസികളെ കാണിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന് വെളിച്ചം നൽകേണ്ടിയത് ആരൊക്കെ കൂടെ? കർത്താവായ യേശുക്രിസ്തുവും അവനോടൊപ്പം വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജനവും കൂടി വേണം ലോകത്തിന് വെളിച്ചം നൽകേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നീട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടത് ആരൊക്കെ ചേർന്ന ദൈവമക്കളെ? കർത്താവായ യേശുക്രിസ്തുവും അവനോടൊപ്പം വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വിശുദ്ധ ജനവും കൂടി വേണം ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നുണ്ടല്ലോ ഈ കവരകളൊക്കെ, അവിടെ നമ്മൾ വായിച്ചായിട്ടുള്ള വാക്യങ്ങളിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. ഈ കവരകളൊക്കെ, ഈ ബ്രാഞ്ചസ് എല്ലാം എന്താണ്? 32-ാമത്തെ വാക്യം പറയുന്നുണ്ട്, നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്ത് നിന്നും മറ്റേ വശത്ത് നിന്നും അടുത്ത 3 ശാഖ, ഇങ്ങനെ 6 ശാഖകളും അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വേണം, ഈ ഷാഫ്റ്റിൽ നിന്നാണ് ഇത് പോകുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇത് എവിടെ നിന്നാണ് പോകുന്നത്? ഈ മെയിൻ ഷാഫ്റ്റിൽ നിന്നാണ് ഇത് പോകുന്നതെന്ന് ഓർക്കണം. അതിനർത്ഥം എന്താണ്? ഈ ബ്രാഞ്ചസ് എല്ലാം ഈ ഷാഫ്റ്റിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നോർത്ത് വേണം. അവനിൽ നിലനിന്ന് ഫലം കായ്ക്കുന്നതായിട്ടുള്ള അനുഭവം. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാനായിട്ട് കഴിയത്തില്ല. നാം അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നമ്മളിലും വസിക്കും. നമുക്ക് മാത്രമായിട്ട് നിന്നാലും ലോകത്തിന് വെളിച്ചം കൊടുക്കുവാനായിട്ട് കഴിയത്തില്ലെന്ന് ഓർത്തുകൊള്ളണം. അപ്പൊ നമ്മൾ വിചാരിക്കുക ഞാൻ ഒറ്റയ്ക്ക് നിന്നങ്ങ് വെളിച്ചം കൊടുക്കാൻ പറ്റത്തില്ല. അവനിൽ വസിക്കുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായി മാറുവാനായിട്ട് കഴിയുന്നത്. ഈ സ്റ്റെം, ഈ ബ്രാഞ്ച് ഒടിച്ചെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന്, ഇന്ന് ബഡ്ഡിങ് പരിപാടിയൊക്കെ ഒത്തിരി നിലവിലുള്ള ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇത് മുറിച്ചെടുത്ത് വേറെടുത്ത് കൊണ്ടുവന്ന് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് വെളിച്ചമാകത്തില്ല. ലോകത്തിന് വെളിച്ചമാകണമെന്നുണ്ടെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കണം. അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്ന് ഓർത്തുകൊള്ളും. നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെങ്കിൽ നാം വളരെ ഫലം കായ്ക്കും. നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുക എന്നാണ്. ഒറ്റയ്ക്ക് നിന്ന പ്രകാശമാകത്തില്ല.
നീ ഇതിൽ വസിക്കണം. ഈ നിലവിളക്ക് എത്ര കൃത്യമായിട്ടാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് ഇവിടെ നിന്നല്ല, സെപ്പറേറ്റ് അല്ല വന്നിരിക്കുന്നത്, ഒറ്റ ഷാഫ്റ്റിൽ നിന്നാണ് അതിന്റെ ബ്രാഞ്ച് കയറി വന്നിരിക്കുന്നത്. അല്ലാതെ ഇതിന് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ ഷാഫ്റ്റിലാണ് ഈ ബ്രാഞ്ചുകൾ വസിക്കുന്നത്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാനായിട്ട് കഴിയത്തില്ല. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വസിക്കുന്നതായിട്ടുള്ള ദൈവജനത്തെ കാണിക്കുന്നു. മാത്രവുമല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താകുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിന് പ്രകാശം നൽകുക, ഇരുളടഞ്ഞിരിക്കുന്ന ലോകത്തിന് പ്രകാശം നൽകുക. ദൈവവും കർത്താവായ യേശുക്രിസ്തുവും അവന്റെ വിശുദ്ധ ജനവും കൂടി ലോകത്തിന് പ്രകാശം നൽകുന്ന, പരത്തുന്ന അനുഭവമായി മാറണം. രണ്ടാമതായിട്ട് ഇതിനെ കാണിക്കുന്നത് നിലവിളക്ക് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നിലവിളക്ക് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതായിട്ടുള്ള അനുഭവം വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 5-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ കാണുന്നത്? എത്ര ദീപം നിങ്ങൾ കാണാൻ പറ്റുന്നുള്ളൂ? ദീപം ഞാൻ കത്തിച്ചിട്ടില്ല. 7 കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നമ്മൾ എന്താ വായിച്ചു കേട്ടത്? സിംഹാസനത്തിന്റെ മുമ്പിൽ 7 ദീപങ്ങൾ. സമാഗമന കൂടാരത്തിൽ 7 ദീപങ്ങൾ. ഇനിയും നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അവിടെ 7 ആത്മാവിന്റെ അനുഭവത്തെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചതാണെങ്കിലും ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തില് 11-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. 7 ആത്മാക്കളെ കുറിച്ച് അവിടെ നമ്മൾ പഠിച്ചതാണെന്ന് ഓർത്തുകൊള്ളു. അപ്പോൾ സമാഗമന കൂടാരത്തിൽ കാണുന്നതായ ഈ നിലവിളക്കിൽ 7 ദീപങ്ങളുണ്ട്. ഈ 7 ദീപങ്ങൾ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ 7 വിധത്തിലുള്ളതായ ഗുണങ്ങൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നു. ഈ 7 ദീപങ്ങൾ വിശുദ്ധ സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കുന്നതും നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കാണുകയും ചെയ്യുകയാണ് എന്ന് ഓർത്തുകൊള്ളണം. ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ വിളക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം, ദൈവത്തിന്റെ ജനമേ. അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് 27-ാമത്തെ അധ്യായത്തിന്റെ, പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഇടിച്ചെടുത്തതായിട്ടുള്ള ഒലിവെണ്ണ ഉപയോഗിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മായവും ചേർക്കാതെ ഇടിച്ച്, ഒരു ഒലിവ് കായ ഇടിച്ച് പ്രസ് ചെയ്ത് ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ആ പ്യുവർ ഓയിൽ, ആ ഓയിൽ ഉപയോഗിച്ച് വേണം ഇത് കത്തിക്കേണ്ടത് എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇടിച്ചെടുത്തതായ ഒലിവെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതെന്ന് 27-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കാണിക്കുന്നു. ഈ ഒലിവെണ്ണ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ നിലവിളക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് എന്നുകൂടെ അപ്രകാരം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇനി മൂന്നാമതായിട്ട് ഇത് ഏതിനോട് സാദൃശ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവ വചനത്തോട് സാദൃശ്യമാകുന്നു ഈ നിലവിളക്ക് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ആദ്യമേ യേശുക്രിസ്തുവിനോട് സാദൃശ്യപ്പെടുത്തി നിലവിളക്കിനെ കാണുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവിനോട് സാദൃശ്യപ്പെടുത്തിയ നിലവിളക്കിനെ കാണുന്നു. മൂന്നാമത് ദൈവ വചനത്തോടുള്ള ബന്ധത്തിലാണ് ഇതിനെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. 119-ാമത്തെ സങ്കീർത്തനം 105-ാമത്തെ വാക്യം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാ പറയുന്നത്. നിന്റെ വചനം എന്റെ കാലിന് ദീപം, അല്ലെ? നിന്റെ വചനം എന്റെ പാതയ്ക്ക് ദീപമാണ്, കാലിന് ദീപമായിട്ട് മാറുകയാണ്. ഓർത്തോളം, പാതയ്ക്ക് പ്രകാശവുമായിട്ട് മാറും. അപ്പോൾ ഈ നിലവിളക്ക് ദീപം, ഈ ദീപത്തെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇത് തിരുവചനം ആകുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതായത് നമ്മളിവിടെ നോക്കുന്നായിട്ടുള്ള സമയത്ത് ഓർപ്പിച്ചല്ലോ, 7 മൊത്തം 7 വിളക്ക് നമുക്ക് ഇതിനകത്ത് കാണാം. ഒറ്റ ഷാഫ്റ്റിൽ 7 വിളക്കുകളാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർത്തോളം. ഈ 7 ദീപങ്ങൾ കാണിക്കുന്നത് എന്തിനെയാണ്?
ദൈവ വചനത്തിന്റെ പൂർണ്ണതയാണ് അവിടെ കാണിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. വചനത്തിന്റെ പൂർണ്ണത. നമുക്കറിയാം 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 7 എന്നെന്ന് പറയുന്നത് അത് പൂർണ്ണതയെ കാണിക്കുകയാണ്. എപ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്? 3 3 അവൻ നിന്ന് കഴിഞ്ഞാൽ 6 ആവത്തുള്ളൂ, അവൻ പെർഫെക്ഷനിലേക്ക് വരില്ല. എന്നാൽ 7 എന്ന് പറയുന്ന ഈ മെയിൻ ഷാഫ്റ്റും കൂടെ കൂടിച്ചേരുമ്പോഴാണ് അവൻ ആരായിട്ട് മാറുന്നത്? പൂർണ്ണതയിലേക്ക് എത്തുന്നത്. മനുഷ്യൻ അവനിൽ തന്നെ അപൂർണനാണ്. എന്നാൽ അവൻ ദൈവത്തോടെ ചേരുമ്പോൾ അവൻ പൂർണ്ണനായിട്ട് മാറുന്നു എന്നുള്ളതായ ഒരു പഠനം കൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം അപ്പോൾ ഇവിടെ കാണുന്നത് ഈ 7 ദീപങ്ങൾ എന്ന് പറയുന്നത് വചനത്തിന്റെ പൂർണ്ണതയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കൂടെ കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. മാത്രമല്ല നമ്മള് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ കാണുന്നത്, ദൈവ വചനത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മള് തൊട്ടു മുമ്പേ കണ്ടല്ലോ, ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് എന്താണ്? ഈ വിളക്ക് കത്താൻ വേണ്ടി ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒലിവെണ്ണ, ഇടിച്ചെടുത്ത ഒലിവെണ്ണ. ഈ ഒലിവെണ്ണ എന്താണെന്നാ പറഞ്ഞത്? അത് എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ വചനത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാകുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വചനത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളത് കൂടെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഇതെന്തിനെ സാദൃശീകരിക്കുന്നു? 4-മതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിലവിളക്ക് സഭയെ സാദൃശീകരിക്കുകയാണ്. സഭയെ കാണിക്കുന്നതായിട്ടാണ് ഈ നിലവിളക്ക്. അതായത് റെവലേഷനിൽ തന്നെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്നോട് സംസാരിച്ച നാദം എന്ത് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത പങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സാദൃശനായവനെയും കണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. 20-ാമത്തെ വാക്യത്തിന്റെ അവസാനം ശ്രദ്ധിച്ചോ. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു. അപ്പോൾ ഈ നിലവിളക്ക് എന്തായിട്ടാണ് ഇപ്പോൾ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനെ ദൈവ സഭയോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്, സാദൃശീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇവിടെ പറഞ്ഞത് എന്താണ്? കണക്ട് ചെയ്ത് വേണം നിങ്ങൾ പോകേണ്ടത്. സീക്വൻസ് ആയിട്ട് നിങ്ങൾ ഇത് പഠിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? നിലവിളക്ക് ദൈവ സഭ ആകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് പറയുന്നത് നമ്മൾ കണ്ടു. 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ആര് ലോകത്തിന്റെ വെളിച്ചമാകുന്നു? ഈ ദൈവസഭ ലോകത്തിന്റെ വെളിച്ചമായി തീരണം. അതായത് സഭ ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഉടനെ കാണും. ഇത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ സഭ ഇന്ന് ഇരുളടഞ്ഞിരിക്കുന്നതായ ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ഇരുളടഞ്ഞ ലോകത്തിൽ വെളിച്ചം കൊടുക്കേണ്ടുന്നതായിട്ടുള്ള ജോലി ആർക്കാണ്? സഭയ്ക്കാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടുന്നതായിട്ടുള്ള സഭ ഇരുണ്ടും കരുതിരിയായി പോയിരിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. ഇതിനകത്ത് നോക്കിയാൽ എണ്ണയുമില്ല, ഇതിനകത്ത് നോക്കിയാൽ തിരിയുമില്ല, ഇതിനകത്ത് വെട്ടവുമില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ന് നിലവിളക്ക് ആയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. നിലവിളക്ക് അതിൽ തന്നെ വെട്ടപ്രകാശമില്ലാതെ ഇരുണ്ട് പോയിരിക്കുന്നതായിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ സഭ നിലവിളക്ക, ഇരുളടഞ്ഞിടത്ത് പ്രകാശത്തെ കൊടുക്കേണ്ടതാണ് ഈ നിലവിളക്ക്. മാത്രവുമല്ല എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്, ലോകത്തിന് എപ്പോഴും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ് എന്നോർത്തുള്ളൂ. അപ്പോൾ ഈ നിലവിളക്ക് നമ്മുടെ ദൈവസഭയെ, ദൈവജനത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുകൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്നാണ് എഫെസോസ് സഭയോട് പറഞ്ഞിരിക്കുന്ന സന്ദേശത്തിൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളു. അവിടെ അതിൽ നിന്ന് നമുക്ക് ആ 5-ാമത്തെ വാക്യം, അതായത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 5-ാമതായിട്ട് ഈ നിലവിളക്ക് എന്തിനോട് സാദൃശീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവ പൈതലിന്റെ
ദൈവസഭയുടെ സാക്ഷ്യ ജീവിതത്തോടാണ് ഇതിനെ താരതമ്യം ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തോളണം. സാക്ഷ്യ ജീവിതത്തോടാണ് നിലവിളക്കിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതായത് വിശ്വാസികളുടെ ദൈവ പൈതലിന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്നും പ്രകാശിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നീ ഏതെങ്കിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ത് സംഭവിക്കും? നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ശോഭിക്കുവാൻ, നമ്മുടെ സാക്ഷ്യം ലോകത്തിന്റെ മേൽ പകരപ്പെടുമ്പോഴാണ് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് വെളിച്ചമായി, ഉത്തേജനമായി, പ്രകാശമായി, ധൈര്യമായി, കോൺഫിഡൻസായി വരികയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. നാം ശോഭിക്കാതെ ഇരുന്നാൽ, നാം കത്താതെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ അതിൽ നിന്ന് നീക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടത് തണ്ടിന്മേലിരിക്കുന്ന ദീപങ്ങളാണ്, വിളക്കുകളാണ് നാം ഓരോരുത്തരും എന്ന് ഓർത്തുകൊള്ളണം. തണ്ടിന്മേലിരിക്കുന്ന ദീപം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയും കീഴല്ല വെളിച്ചം കൊണ്ടുവെക്കേണ്ടത്, കട്ടിലിൻ കീഴല്ല കൊണ്ടുവെക്കേണ്ടത്. പിന്നെ എന്താണ് അത്? എല്ലാവർക്കും കാണുവാൻ കഴിയുന്നതായിട്ടുള്ള തണ്ടിന്മേൽ ഇരിക്കുന്നതായിട്ടുള്ള ദീപം പോലെ ആയിരിക്കണം. തണ്ടിന്മേൽ ഇരിക്കുന്ന ദീപത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും വെളിച്ചം കൊടുക്കുക എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുഴുവനും പ്രകാശം കൊടുക്കേണ്ടതായിട്ടുള്ള അനുഭവമാണ് എന്നുകൂടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതായത് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു, ഈ ലാംപ് സ്റ്റാൻഡ്, ഈ നിലവിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണത്തെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ സ്വർണത്തെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് സ്വർണം പരിശോധനയോടുള്ള ബന്ധത്തിൽ, ടെസ്റ്റിംഗ് അഥവാ ട്രയൽസ്, ഈ ടെസ്റ്റിനോടുള്ളതായ ബന്ധത്തിലാണ് സ്വർണത്തെ വിശുദ്ധ വചനത്തില് ഒരുപാട് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. 1 പത്രോസ് 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 പത്രോസ് 1:7 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്ന്. എന്തിനാണ് പൊന്ന് തീയിൽ ശോധന കഴിക്കുന്നത്? അതിനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്നുള്ള കീടങ്ങളും മാലിന്യങ്ങളും എല്ലാം മാറ്റി സ്ഫുടം ചെയ്തെടുക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ പൊന്നിനെ പരാമർശിച്ചിരിക്കുന്നത് അതെപ്പോഴും എന്താ പറയുന്നത്? ശോധന കഴിക്കുന്നത്, അല്ലെങ്കിൽ പരിശോധനയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നമ്മുടെ വിശ്വാസത്തോടാണ് അതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എത്ര വിശ്വസ്തതയുള്ളവരാണ്, ദൈവത്തോടുള്ള വിശ്വാസം എപ്രകാരമാണ് എന്നുള്ളത് കൃത്യമായിട്ട് വിവേചിച്ചറിയുന്നത് എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് ശോധനകളിൽ കൂടെ കടത്തിവിട്ടിട്ടാണ്. ദൈവവചനത്തെ കുറിച്ച് പറയുന്നതാണ്, നിലത്ത് ഉലയിൽ ഉരുക്കിയ വെള്ളി പോലെ 7 പ്രാവശ്യം ശുദ്ധീകരിക്കും. ഇപ്പം വെള്ളി 7 പ്രാവശ്യം ശുദ്ധീകരിക്കും. വചനം ശുദ്ധീകരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വചനം ഓൾറെഡി ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെള്ളി 7 പ്രാവശ്യം ശുദ്ധീകരിച്ചിരിക്കുന്നു. കാരണം 7 പ്രാവശ്യം ശുദ്ധീകരിച്ചു കഴിയുമ്പോഴേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞതുപോലെ വചനം അത്രയ്ക്ക് ശുദ്ധീകരിക്കപ്പെട്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്വർണത്തെ എപ്പോഴും ഉപമിക്കുന്നത് എന്തിനോടാകുന്നു എന്ന് ചോദിച്ചാല് അതിനെ പരിശോധനയോടുള്ള ബന്ധത്തിലാണ് സ്വർണത്തെ ഇപ്രകാരം സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം ഇനിയും വായിക്കുവാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് നോട്ട് ചെയ്യുന്നവർക്ക് അത് വേദവാക്യങ്ങളെ നോട്ട് ചെയ്യാം. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങള്. ഇയ്യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്വർണം, പൊന്ന് പരിശോധനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് പോലെ ഇയ്യോബിന്റെ ഒക്കെ ജീവിതം പൊന്നുപോലെ ശോധന ചെയ്യപ്പെട്ടതാണെന്നാണ് ഇയ്യോബിന്റെ ഒക്കെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനി നമുക്ക് വീണ്ടും വേഗം മടങ്ങി വരാം. എന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതങ്ങ് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അവിടെയൊക്കെ കടന്നു വരുന്നുള്ള സമയത്ത് 25-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 31-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, നിലവിളക്ക് അടുപ്പുപണിയായിരിക്കണം, അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കും. അതായത് ഇതിനകത്ത് നമ്മൾ കാണുന്നത് ആൽമണ്ട് ട്രീ, ഇതിനകത്ത് കാണത്തില്ല കേട്ടോ, ആൽമണ്ട് ട്രീയുടെ ബദാം വൃക്ഷത്തിന്റെ മൊട്ട്, അതിന്റെ പൂവ്, അതിന്റെ കായ, ഇങ്ങനെ അതിനെ പണിതെടുത്തിരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ബദാം ട്രീ, അതിന്റെ മൊട്ട്, പൂവ്, കായ, ബഡ്, ഫ്ലവർ,
ആൻഡ് ഫ്രൂട്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണ് ആ ഒരു പരാമർശത്തിൽ കൂടെ ഈ ബദാമിന്റെ മൊട്ട്, അതിന്റെ ബഡ്, അതിന്റെ ഫ്ലവർ, അതിന്റെ ഫ്രൂട്ട്, അതിൽ കൂടെ ദൈവം എന്താണ് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? സ്പ്രിംഗ് സീസണിൽ, അതായത് ഒരു ഫെബ്രുവരി മാസമൊക്കെ വരുന്നതായിട്ടുള്ള സ്പ്രിംഗ് സീസണിൽ ആദ്യം പൂക്കുന്നതും ഫലം കായ്ക്കുന്നതുമായിട്ടുള്ളതായ ഒരു ട്രീ ആണ് ആൽമണ്ട് ട്രീ എന്ന് പറയുന്നത്, ബദാം വൃക്ഷം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് തമ്പുരാൻ ഇതിനെ ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബദാം വൃക്ഷം മറ്റ് വൃക്ഷങ്ങളിൽ വെച്ച് സ്പ്രിംഗ് സീസണിൽ ആദ്യം പൂക്കുന്നു, ആദ്യം ഫലം കായ്ക്കുന്നു. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കൊടുക്കുക. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യ ഫലമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പരാമർശിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യ ഫലമായിട്ട്, ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യ ഫലം കർത്താവായ യേശു ക്രിസ്തു. ഈ നിലവിളക്ക് നമ്മൾ ആദ്യമേ കണ്ടത് നിലവിളക്ക് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ ബദാം വൃക്ഷത്തിന്റെ പൂവും മുട്ടും കായും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, ബദാം വൃക്ഷം എന്ന് പറയുമ്പോൾ ആദ്യ ഫലം, ആദ്യമായിട്ടൊരു സീസണിൽ, സ്പ്രിംഗ് സീസണിൽ പൂവും കായും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള വൃക്ഷം. അപ്പൊ ആദ്യമേ ഇതിനെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥിതനായ ആദ്യ ഫലമായിട്ട്, ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പായിട്ട്, ആദ്യത്തെ പുനരുത്ഥാനമായിട്ട് നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതായത് ബദാം വൃക്ഷം ക്രിസ്തുവിന്റെ ആദ്യ ഫലമായ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ഇനിയും ഇതിന് തന്നെ ഇതോടൊപ്പം തന്നെ സാമ്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വാക്യം കൂടെ ഉണ്ട്. അത് സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, 16ഉം 17ഉം അധ്യായങ്ങൾ അവിടെ വായിച്ചു കൊടുക്കും. അവിടെ നമുക്കറിയാം, കോരഹിന്റെ കൂടെ ചേർന്ന് രൂബേന്റെ ആദിജാതനായിട്ടുള്ള ഏലിയാബിന്റെ മക്കളായ അബീരാമും ദാദാനും ഒക്കെ എന്താ പറഞ്ഞത്, മോശയുടെ നേതൃത്വത്തെയും അഹരോന്റെ നേതൃത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭൂമി അവരെ പിളർന്ന് വിഴുങ്ങുന്നതായിട്ടുള്ള രംഗമൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ജനം ദൈവത്തോടും മോശയോടും അഹരോനോടും ഒക്കെ കോപിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം ഇവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മോശ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 വടി വെട്ടിക്കൊണ്ട് വരിക. അങ്ങനെ 12 ഗോത്രങ്ങളും അവരവരുടെ പേരെഴുതി വടി കൊണ്ടെന്ന് അവിടെ വെച്ചു. അതിനുശേഷം എന്താ നമ്മൾ കാണുന്നത്? നെക്സ്റ്റ് ഡേയില് അഹരോന്റെ പേരെഴുതിയായിട്ടുള്ള വടി അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു എന്നാണ് അവിടെ 17-ാമത്തെ അധ്യായം സംഖ്യാപുസ്തകം 17-8 തളിർത്ത, പൂത്തു, ഫലം കായ്ച്ചു എന്നാ പറയുന്നത്. അതായത് മൊട്ട്, പൂവ്, കായ്, ബഡ്, ഫ്ലവർ, ഫ്രൂട്ട് എന്നുള്ളതായ നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളു. അവിടെയും ഇതിന്റെ സെയിം ഓർഡറാണ്, ഓർഡറിന് മാറ്റമൊന്നുമില്ല. ഈ അഹരോന്റെ വടി തളിർക്കുമ്പോഴും അത് തളിർത്ത്, പൂത്തു, കായ്ച്ചു എന്നാണ് പറയുന്നത്, ഒറ്റ രാത്രി കൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സാന്നിധ്യം അവിടെ വ്യാപരിച്ചു എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം എന്താണ് ഈ മൊട്ട് അല്ലെങ്കിൽ ബഡ് എന്ന് പറയുന്നത്? ഈ ട്രീയിൽ, ഈ വിളക്കിൽ ഈ ബഡ് വേണം, അതോടൊപ്പം തന്നെ അതിന്റെ ഫ്ലവർ വേണം, അതിന്റെ ഫ്രൂട്ട്. ബദാമിനെ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബദാം എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീകളൊക്കെ ഓടി ചെല്ലുന്നതായിട്ടുള്ള സമയത്ത് അവർ കല്ല് നീങ്ങിയിരിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇനി അത്രയൊന്നും പോകണ്ട, നിങ്ങൾ ഫ്ലവർ കാണുന്നവരാണല്ലോ. ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു ഫ്ലവറിന് ആദ്യമേ ഒരു ചെറിയ ബഡാണ് ഉണ്ടാകുന്നത്, ചെറിയ മുട്ട ഉണ്ടാകും. ദെൻ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെ അത് ഫ്ലവറായിട്ട് മാറും. പിന്നെ ഫ്രൂട്ട് തരുന്നതായിട്ടുള്ള ട്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ മാറി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് ഫ്രൂട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. യൂഷ്വലി നമ്മൾ അതാണ് കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലാണ് ഈ ബദാം ട്രീയെ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് ഓർത്തോളൂ. മൊട്ട്, കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്ന സ്ത്രീകളുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു വലിയ ഭാരമുണ്ട്. ആ ഭാരം എന്താണ്? കല്ലറയിൽ നിന്ന് ആര് കല്ല് ഉരുട്ടി മാറ്റി. അവരവിടേക്ക് ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത്? കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. മൊട്ട പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു മൊട്ട് വിരിയുകയാണ്, അല്ലേ? ഒരു പൂവിന്റെ മൊട്ട കല്ല് ഉരുട്ടി
മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം. അടുത്തത് എന്താണ്? പെട്ടെന്ന് പറഞ്ഞു പോവുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എവിടെല്ലാം പ്രത്യക്ഷനായി? മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, തിബരിയാസ് കടൽക്കരയിൽ പ്രത്യക്ഷനായി, പല സ്ഥലങ്ങളിൽ ഒരുപാടിടത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ ഇത് കാണിക്കുന്നത്? മൊട്ട് കല്ല് നീങ്ങിയപ്പോൾ തന്നെ ഉള്ളിലൊരു പ്രത്യാശ ഉണ്ടായി, മൊട്ടിന്റെ അനുഭവം. പിന്നെന്താ നമ്മൾ കാണുന്നത്? ഈ കർത്താവിന്റെ പ്രത്യക്ഷത പല ഭാഗങ്ങളിൽ. ആ കർത്താവിന്റെ പ്രത്യക്ഷത കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് പൂവായിട്ട് മാറുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. പിന്നീട് എന്താ നമ്മൾ കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ്? ഫ്രൂട്ടായിട്ട് മാറുകയാണെന്ന് ഓർത്തുകൊള്ളാം. ഒറ്റ പ്രസംഗത്തിൽ 3000-ൽ പരം ആളുകൾ, അതിനുശേഷം 5000-ൽ പരം ആളുകൾ, ഇങ്ങനെ വലിയ ഫലത്തിന്റെ അനുഭവം ഉണ്ടാവുകയാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ നിലവിളക്കിൽ കൂടെ കാണിച്ചു തരുന്ന എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ കൂടെ മാനവജാതിക്ക് ലഭിച്ചതായിട്ടുള്ള പ്രത്യാശയെക്കുറിച്ച്, അതിന്റെ വലിയ ഫലത്തിന്റെ അനുഭവത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് കൂടെ അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനിയും അവസാനമായിട്ട് 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 27-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, 27 പുറപ്പാട് പുസ്തകം 27-ന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇനി ലേവ്യ പുസ്തകം 24-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൂടെ അതിന് നിങ്ങൾ എടുത്തുകൊള്ളണം. അവിടെയും പറഞ്ഞിരിക്കുന്നത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ട് ഇരിക്കണമെന്നാണ്. ഇതിനൊരു വിഘ്നം നേരിടുന്നത് എപ്പോഴാകുന്നു എന്ന് ചോദിച്ചാൽ, ശമൂവേൽ പ്രവാചകന്റെ കാലത്ത്, അതായത് ഏലി പുരോഹിതൻ സമാഗമന കൂടാരത്തെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ ശമൂവേൽ പ്രവാചകൻ രംഗപ്രവേശം ചെയ്യുന്നത് ഒരു ബാലനായിട്ട്. അപ്പൊ ശമൂവേൽ ബാലനായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് എന്താണ്? ഈ സമാഗമന കൂടാരത്തിലെ വിളക്ക് അണഞ്ഞു പോകുന്ന ഒരു പരിപാടി. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇടിച്ചെടുത്തതായിട്ടുള്ള ഒലിവെണ്ണ കൊണ്ടുവന്ന് വേണം. അത് ആരാ കൊണ്ടുവരേണ്ടത്? ജനം വേണം കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തോടും അതിന്റെ ശുശ്രൂഷയോടും ജനം കാണിച്ചതായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ളതായ ക്രിയകൾ കൊണ്ട് ആലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ ഈ പറയുന്നതായിട്ടുള്ള വിളക്കുകൾ കെട്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ അവിടെ ആ പ്രകാശം ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ജനമേ, നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും രാത്രി, വൈകുന്നേരം മുതൽ രാവിലെ വരെ ഇത് കത്തിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. നിരന്തരം കത്തണം. സ്പെഷ്യലി വൈകുന്നേരം മുതൽ രാവിലെ വരെ ദൈവസഭ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, നിലവിളക്ക് 4-ാമത്തെ രംഗം നമ്മൾ കണ്ടത് എന്താണ്? ഏതിനോട് സാദൃശ്യീകരിച്ചിരിക്കുന്നു? ദൈവസഭയോടാണ് നിലവിളക്കിനെ സാദൃശ്യീകരിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്ന നാം ഓരോരുത്തരും എന്തായിരിക്കണം എന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? നാം നിരന്തരം കത്തിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? രാത്രി, ലോകം മുഴുവനും രാത്രിയുടെ അനുഭവത്തിലാണ്. ഇന്ന് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അക്രമങ്ങളും അനീതികളും, പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നതായിട്ടുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടപ്പെട്ടു പോകും. US-ന്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നതായിട്ടുള്ള സമയത്ത് ആ ഫ്ലൈറ്റിലെല്ലാം കൂടെ ആളുകൾ വലിഞ്ഞു കയറി, അതിന്റെ പുറത്തൊക്കെ ആളുകൾ വലിഞ്ഞു കയറുന്നു. ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിന്റെ മുൻപിൽ 100 കണക്കിന് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അതിന്റെ വിങ്സിലൊക്കെ ആൾക്കാർ കയറുവാൻ ശ്രമിക്കുന്നു. അതിന്റെ എന്താ പറഞ്ഞത്, ഗിയർ ബോക്സിലേക്ക് ആൾക്കാർ കയറുവാനായിട്ട് ശ്രമിക്കുന്നു. അനേകര് താഴെ വീണ് മരിക്കുന്നു. വളരെ ഭയാനകവുമായിട്ടുള്ളതായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞുങ്ങളെ, ചെറിയ പെൺകുട്ടികളെ ഭീകരന്മാര്, ഈ തീവ്രവാദികൾ വന്ന വീട്ടിൽ നിന്ന് പിടിച്ച് നിർബന്ധമായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അമ്മയുടെ നെഞ്ചോട് മാറോട് ചേർത്ത് കുഞ്ഞുങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകരുതേ എന്ന് കെട്ടിപ്പിടിച്ച് അലറിക്കരയുമ്പോഴും നിർദാക്ഷിണ്യം അവരെ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ടെററിസ്റ്റുകൾ. നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവമക്കളെ, ഒരു അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. ഇവിടെ ഈ രാത്രിയിൽ കത്തേണ്ടതാരാണ്? ദൈവത്തിന്റെ ജനമാണ് കത്തേണ്ടത്. പക്ഷേ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ദൗർഭാഗ്യവശാൽ കത്തേണ്ടിയ ദൈവജനം, ദൈവസഭ ഇന്ന് കരുതിരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സങ്കടമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും 1-2 കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു 5 മിനിറ്റോട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. 25-ന്റെ 37 25-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, അതിന് 7 ദീപം ഉണ്ടാക്കി നേരെ മുൻപോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതായത് ഈ ദീപം കത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതായ ഓർഡറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ മുൻപോട്ട്
വേണം ഇത് കത്തേണ്ടത്. സംഖ്യാപുസ്തകം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിന്റെ മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണമെന്ന് അഹരോനോട് പറക. ദീപം 7 മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണമെന്നാണ് അഹരോനോട് പറയുവാൻ. അങ്ങനെ വേണം കത്തിക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നേരെ മുൻപോട്ട് കത്തണം. മുൻപോട്ട് കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരെയാണ് കാണിക്കുന്നത്? ക്രിസ്തുവിനെ കാണിക്കണം. ഒരു ദൈവ പൈതൽ കത്തുമ്പോൾ, ഒരു ദൈവ പൈതൽ ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ ആരെയാണ് ഉയർത്തി കാണിക്കേണ്ടത്? എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ജോലി എന്താണെന്നറിയാമോ? നാം കത്തുമ്പോൾ, നാം പ്രകാശിക്കുമ്പോൾ, നാം ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ നാം ഉയർത്തി കാണിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നയമാന്റെ ഭവനത്തിൽ വേലക്കാരി ആയിരുന്നതായിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് നമുക്കറിയാം. അവളുടെ ഊരോ പേരോ കുലമോ ജാതിയോ പ്രായമോ വയസ്സോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ലെന്ന് ഓർത്തു വേണം. വേലക്കാരിയായ പെൺകുട്ടി. എന്നാൽ ആ വേലക്കാരിയായ പെൺകുട്ടി എന്താ ചെയ്തത്? ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, ദൈവത്തിന് സ്തോത്രം. ആ പ്രവാചകനെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിന്റെ ജനമേ, നാം കത്തുമ്പോൾ ആരാണ് പ്രകാശിക്കേണ്ടത്? മാനവും മഹത്വവും രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ ആർക്കുള്ളതായിരിക്കണം? നമുക്കുള്ളതായിരിക്കരുത്. പിന്നെയോ സർവശക്തനുള്ളതായിരിക്കണം. നാം യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നവരായി തീരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ കൂടെ പറയുകയാണ്. ദീപം കത്തുമ്പോൾ ആ കത്തുന്ന ദീപം ആരെയാണ് കാണിക്കേണ്ടത്? ആരെയാണ് ഉയർത്തേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ വേണം ഉയർത്തി കാണിക്കേണ്ടതെന്ന് ഓർത്തുകൊള്ളണം. 40-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇതിന്റെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തെക്ക് വശത്ത് വേണം. അതായത് അപ്പം ഇരിക്കുന്നതായിട്ടുള്ള ഷൂബെഡ് ഇരിക്കുന്നതായിട്ടുള്ള ആ ടേബിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അത് വടക്ക് വശത്തിരിക്കുന്നു. ഇത് തെക്ക് വശത്ത് വേണം ഇത് ക്രമീകരിക്കേണ്ടത്. കാരണം ഇതിൽ നിന്നുള്ളതായ പ്രകാശം എവിടേക്ക് വീഴണം എന്നാ പറഞ്ഞിരിക്കുന്നത്? മേശയ്ക്ക് നേരെ കത്തണം. പുറപ്പാട് 40-ന്റെ-24 ആ വാക്യം പറഞ്ഞിട്ടുണ്ട്. 40-ന്റെ-24 മേശയ്ക്ക് നേരെ കത്തണം. ഈ മേശമേൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഓർത്തല്ലോ, ഈ മേശ എന്തിന്റെയാണ്? കൂട്ടായ്മയുടെ മേശയാണ്. ദൈവജനം ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ കൂട്ടായ്മയെ പ്രകാശിപ്പിക്കേണ്ടത്, കൂട്ടായ്മയെ ജ്വലിപ്പിക്കേണ്ടത് എന്താണ്? ഈ നിലവിളക്കിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള പ്രകാശം വേണം അവിടെ അതിനെ ശോഭ ഉള്ളതാക്കി തീർക്കേണ്ടത്. ദൈവത്തിന്റെ പ്രകാശമില്ലെങ്കിൽ, ദൈവികമായിട്ടുള്ളതായ ആ സാന്നിധ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഫെലോഷിപ്പും വെറുതെ ആയി പോകും എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. 25-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം. അതായത് വേഗം അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് തിരിയിടണമല്ലോ. തിരിയിടാതെ കത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്തെല്ലാം തിരിയിട്ടാലേ പറ്റത്തുള്ളൂ. വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും തിരിയിടുമ്പോൾ അത് കത്തും. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ലൈറ്റ് ഉണ്ടാവുന്നത്, കറണ്ടൊക്കെ വരുന്നതിന് മുമ്പേ പല വീടുകളിലും മണ്ണെണ്ണ വിളക്കായിരുന്നു. മണ്ണെണ്ണ വിളക്കിൽ ഒരു തിരി കാണും. അത് ഓരോ ദിവസം സംഭവിക്കുന്ന എന്താണ്? ഈ മണ്ണെണ്ണ വിളക്കിന് ആ തിരി കത്തിക്കഴിഞ്ഞാൽ അത് കരിതിരിയായിട്ടിരിക്കും. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കീടം കാണാം. അപ്പോ അത് തട്ടിക്കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കത്തിക്കത്തുള്ളൂ. ആ കീടത്തോടുകൂടെ വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രകാശം കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണോ, ഈ നമ്മള് വിളക്കിലെ കീടം തട്ടിക്കളയും. കർത്താവ് എന്നാ പറഞ്ഞേക്കുന്നത് അവിടെ? യഹോവയായ ദൈവം മോശയോട് എന്താ പറഞ്ഞത്? ഈ കരിന്തിരിയാവുന്ന സൂത്രമുണ്ടല്ലോ, തിരിയുണ്ടല്ലോ, അത് നീ കട്ട് ചെയ്തെടുത്ത് എവിടെ വെക്കണം എന്നാ പറഞ്ഞത്? തങ്കം കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ. വല്ലതും പിടുത്തം കിട്ടിയോ? ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ വിളക്കിൽ കിടന്ന് കത്തുന്നത് ആരാണെന്നറിയാമോ? വിളക്കിൽ എണ്ണയുണ്ട്. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, വചനത്തെ കാണിക്കുന്നു. ഇതോടൊപ്പം അതിനകത്ത് കിടന്ന് കത്തുന്ന തിരി ദൈവ പൈതലിനെ കൂടെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് ഓർത്തുകൊള്ളണം. ദൈവരാജ്യത്തിന് പ്രകാശമായി തീർന്ന ദൈവമക്കൾ കരിന്തിരികളായി മാറുമ്പോൾ, കരിന്തിരികൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രകാശിച്ച് പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം അവരെ മറക്കുന്നവരല്ല. അവരെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരെ സ്വർണം കൊണ്ടുള്ള കത്രിക കൊണ്ട് അവരെ കട്ട് ചെയ്തെടുത്ത് സ്വർണ്ണ പാത്രത്തിൽ. ദൈവമക്കളെ, നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ പ്രയത്നത്തെയും നമ്മുടെ ഓട്ടത്തെയും ഒന്നും മറക്കുന്നവനല്ല, നമ്മുടെ പ്രവൃത്തികളെ മറക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അതിന് അവൻ വിലയിടുന്നവനാണ്, അതിന് പ്രതിഫലം തരുന്നവനാണ്. കരിന്തിരികളെ തട്ടിക്കളയുന്നവനല്ല, മറിച്ച് അതിനെ പ്രത്യേകമായ രീതിയിൽ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് ഓർത്തുകൊള്ളാം. ജീവിതം കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിച്ചതായിട്ടുള്ള ദൈവ മക്കളെ മാനിക്കുന്നവനാണ്
നമ്മുടെ യഹോവ എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ നിലവിളക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ, തിരുവചനത്തെ, ദൈവസഭയെ, ദൈവ പൈതലിന്റെ സാക്ഷ്യ ജീവിതത്തെ കാണിക്കുന്നു. ഇത് 50 കിലോ വരുന്ന 1 താലന്ത് സ്വർണത്തിൽ സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ സ്ഫുടം ചെയ്തെടുക്കൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും സഹനാനുഭവത്തെയും ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് ലോകത്തിന് പ്രകാശം കൊടുക്കേണ്ടതാണ് നിലവിളക്കിന്റെ ജോലി. ഇത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അന്ധകാരാവൃതമായിരിക്കുന്നതായിട്ടുള്ള ലോകത്തിന് ഇന്ന് പ്രകാശം പരത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവിക ഉത്തരവാദിത്വങ്ങൾ, ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ നിറവേറ്റത്തക്ക രീതിയിൽ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ല നിലവിളക്കുകളായി, ശുദ്ധിയുള്ള നിലവിളക്കുകളായി പ്രശോഭിക്കാൻ തക്കവണ്ണം നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരും ഓടിയിട്ടുള്ളവരും അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെയും അവരുടെ പ്രവൃത്തികളെ മാനിക്കുന്ന ഒരു പിതാവുണ്ട്. ഒരു നാളിൽ അവൻ നമുക്ക് പ്രതിഫലം തരുവാനായിട്ട് പോവുകയും ചെയ്യുന്നു. ആ പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതം കർത്താവിന്റെ വരവ് വരെയും ലോകത്തിന് പ്രകാശം പരത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ എവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.